കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ സിതാര മേഡം നേരെ തങ്കത്തിൻ്റെ മുമ്പിൽ എത്തുകയാണ്. അപ്പം സിതാരയോട് സിമി പറയുമ്പോൾ മേഡം ഇതാണ് വീടെന്ന് പറയും. അങ്ങനെ സിതാര കാറിൽ നിന്നിറങ്ങും. ഈ സമയത്ത് നമ്മുടെ തങ്കവും കൃഷ്ണയുടെ കൂട്ടുകാരും വീടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ സിതാരയാണ് ഫസ്റ്റ് കാണുന്നത്. കാണുമ്പോൾ തന്നെ സിതാരയ്ക്ക് മനസ്സിലാവും ഇത് തൻ്റെ കൂട്ടുകാരിയായ ശാന്തിയായിരുന്നു എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ പെട്ടെന്ന് സിതാര രണ്ടുപേരും നമ്മുടെ തങ്കവും നോക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നോക്കി നിൽക്കുന്നു. അപ്പോൾ തങ്കത്തിന് പെട്ടെന്ന് വയ്യാതെയാവുന്നു. സിതാര ആണെങ്കിൽ ദേഷ്യം കൊണ്ട് കാറിൽ ചാടി കയറുകയാണ്. അങ്ങനെ സിമിയും വരുന്നു. അപ്പം കൃഷ്ണയുടെ കൂട്ടുകാരി പെട്ടെന്ന് തങ്കത്തിനെ പിടിക്കുകയാണ്. ഈ സമയത്ത് സിമി ചോദിക്കും. സിമി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കൃഷ്ണ അവിടെ കുട്ടികളുമായിട്ട് കളിക്കുന്നത് കാണുന്നു. അപ്പോൾ സിമി പറയും മേഡം ആ കുട്ടിയെ കാണണ്ടേന്ന് ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് ഡ്രൈവറോട് പറയും ഒന്ന് വണ്ടി എടുക്കുമെന്ന് ചോദിക്കും ദേഷ്യത്തിൽ. അങ്ങനെ വീട്ടിൽ ചെല്ലുകയാണ്. വീട്ടിൽ ചെന്ന് സിതാരയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ മേഡം എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സിമിയുടെ നേരെ പെരൽ ചൂണ്ടി പോയിട്ട് മിണ്ടിപ്പോരെന്ന് പറയും. അങ്ങനെ റൂമിലേക്ക് കയറി എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞ് ഭയങ്കര വയലൻ്റ് ആകുകയാണ്. അങ്ങനെ വയലൻ്റായി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. ഇതേ സമയത്ത് കൃഷ്ണയുടെ അമ്മയാണെങ്കിൽ കൃഷ്ണയുടെ കൂട്ടുകാർ ചോദിക്കുക എന്താ അമ്മ പറ്റിയത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ കൃഷ്ണയുടെ അമ്മ പറയും എന്ത് അല്ല അമ്മയ്ക്ക് എന്തോ ഉണ്ട്, അവർ വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്, അമ്മയുടെ മുഖം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയും. ആ സമയത്ത് കൃഷ്ണ അങ്ങോട്ടേക്ക് വരും. അപ്പോൾ കൃഷ്ണ ചോദിക്കും എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാമെന്ന് പറയും. പെട്ടെന്ന് തങ്കവും കൂട്ടുകാരിയും ഞെട്ടും. അപ്പോൾ കൃഷ്ണ പറയും മറ്റേ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ലേ, അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ എന്ന് ചോദിക്കും. അപ്പം പെട്ടെന്ന് തങ്കം പറയും അതെ അതെ എന്ന് പറയും. അപ്പോഴത്തേനും കൃഷ്ണയ്ക്ക് ഒരു ഫോൺ കോൾ വരും. അങ്ങനെ ഫോൺ എടുക്കും. അത് വേറെ ആരുമല്ല സുനന്ദയാണ്. അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, അന്വേഷിക്കുന്നു. ഈ സമയത്ത് തങ്കം നമ്മുടെ കൃഷ്ണയുടെ കൂട്ടുകാരിയോട് കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. കൃഷ്ണയുടെ കൂട്ടുകാർ വീണ്ടും ചോദിക്കുന്നു എന്താ അമ്മയെന്ന് ചോദിക്കുക. അപ്പോൾ പറയും ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരി, ഞാൻ അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നതാണ്. പക്ഷേ സിതാര മേഡം എന്നെ ജോലിക്കാരി പോലെയല്ല കണ്ട, ഒരു കൂട്ടുകാരിയെ പോലെ കണ്ടത്. സിതാര മേഡം ഇടുന്ന ഡ്രസ്സ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എന്നെ കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ എല്ലാവർക്കും കുശുമ്പായിരുന്നു. അങ്ങനെ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് തെറ്റിപ്പിരിയേണ്ടി വന്നെന്ന് പറയും. ഇത്രമാത്രമാണ് കൃഷ്ണയുടെ അമ്മ പറയുന്നത്. ഇതേ സമയത്ത് സിതാര സിമിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ പറയുന്നു ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു, ഞാൻ അവളെ പണിക്കാരി പോലെ കണ്ടത്, അവൾക്ക് എല്ലാ കാര്യങ്ങളിലും ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തു കൊടുത്തു. പക്ഷേ കൂടെയുള്ളവരെല്ലാം പറഞ്ഞു നിന്നെ ചതിക്കുമെന്ന്. പക്ഷേ അന്നേരം ഒന്നും ഞാൻ കേട്ടില്ല. ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവുമായിട്ട് അവൾ സ്നേഹത്തിലാവുന്നു. എന്നെ ഇവർ രണ്ടുപേരും കൂടെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ രണ്ടുപേരെയും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നെന്ന് പറയും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞാൻ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ലാത്തവരാണ് അവരെന്ന് പറയും. എന്നിട്ട് പറയും എൻ്റെ മോളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഓട്ടപ്പാച്ചിലുകളായിരുന്നു. അവളുടെ അച്ഛനില്ലാത്ത കുട്ടിയെ ഒരിക്കലും ഒറ്റപ്പെടുത്താൻ പാടില്ല, ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണം എന്നായിരുന്നു. ജെമി എല്ലാവരും എന്നെ പറയാറില്ല ഒരുക്കി വനിത ഇത്രയും സ്ട്രോങ് ആയത്, ആ രണ്ടുപേര് കാരണമാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയതെന്ന് പറയും. എന്നിട്ട് പറയും ഇനി ഞാൻ കുറേയൊക്കെ ക്ഷമിച്ചു, ഇനി ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറയും. എന്നിട്ട് പറയും അവരുടെ മോളെ കണ്ടില്ലേ, ശരിക്കും എൻ്റെ ഭർത്താവിലുള്ള കുട്ടി തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് അവർ ഒരുപോലെ എന്ന് പറയും. പക്ഷേ സിതാര ചിന്തിക്കുന്നത് അതാണ്. പക്ഷേ ശരിക്കും സിതാരയായിരിക്കും ഈ ഇരട്ട കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ടാകുന്നത്. പക്ഷേ സിതാരയ്ക്ക് അറിയുന്നില്ല. പിന്നീട് നമ്മുടെ ഗോപാലനും സുനന്ദയും സംസാരിക്കുകയാണ്. അവരുടെ വീട്ടിൽ എന്തായിരിക്കും, നമുക്ക് തങ്കത്തിനെ രക്ഷിക്കാൻ കഴിയുമോ എന്നൊക്കെ അവർ തമ്മിൽ ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോപാലൻ പറയും നിനക്ക് തോന്നുന്നുണ്ടോ അത് അവരുടെ കൃഷ്ണയുടെ മുഖച്ഛായ തങ്കത്തിൻ്റെ ആണോ അതോ സിതാര മേഡത്തിൻ്റെ ആണോ എന്ന് ചോദിക്കും. അപ്പം സുനന്ദ പറയും രണ്ടുപേരുടെ അല്ല എന്ന് പറയും. അപ്പോൾ പറയും ഒന്നെങ്കിൽ തങ്കം പ്രസവിച്ചതായിരിക്കും അല്ലെങ്കിൽ സിതാര മേഡം പ്രസവിച്ചതായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അവരങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തുകയാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെയും സിതാര മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി തങ്കത്തെ രക്ഷിക്കുക എന്നാണ് അവരുടെ ഉദ്ദേശം. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക്